ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാളെ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമേനെയും ചന്ദ്രേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭാമേനെ ചന്ദ്ര അടുക്കളയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, നീ എന്താ അടി കാണിക്കുന്നത്? നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതേ വേറൊന്നിനും അല്ല, എൻ്റെ കൂടെ നിൽക്കാനാ. ഓ എടി, ഞാനതിന് നിന്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. ദേ ഒന്ന് നോക്കിക്കേടി, എന്ത് രസമാടി. നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തന്ന സൗഭാഗ്യം ഇതൊക്കെ. പിന്നെ മാല കെട്ടുമ്പോഴേ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുക. ഓ എന്നാ പിന്നെ നീയേ രേവതിയുടെ കടയിലെ പോയി ജോലിക്ക് നിന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ചന്ദ്രൻ. കുടുംബമെല്ലാം ഒന്നിച്ചിരിക്കുന്നു, പാട്ട് പാടുന്നു, സന്തോഷം, ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവുക. ഏതായാലും നീ എന്നെ വിളിച്ചു വരുത്തിയില്ല, അത് നന്നായി. ഓ പിന്നെ നിന്നെ വിളിച്ചു വരുത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ, മാറി നിൽക്കടി ഭാമേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമേനെ മാറ്റിയിട്ട് ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. പക്ഷെ ഭാമയ്ക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സ്വന്തം കുടുംബത്തിൽ കിട്ടാത്ത എന്തൊക്കെയോ സന്തോഷം കിട്ടുന്ന മാതിരിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്ര വന്ന് നേരെ ശ്രുതിയുടെ അടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട് കേട്ടോ. രാത്രി 10-12 മണി 2 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് ഉറക്കം വരാതിരിക്കില്ലല്ലോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി ഒരു മാലയും കൂടെ മാറ്റി അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അതിന്റെ കണക്കൊക്കെ എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത്. വേറെ ആരുമല്ല, വിളിക്കുന്നത് അനൂപാണ് കേട്ടോ, മാല കെട്ടാൻ ഏൽപ്പിച്ച അയാള്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, എടാ നീ എന്താണ് ഉറങ്ങിയില്ലേ? അത് പിന്നെ ഇന്നത്തെ രാത്രി ഉറങ്ങാൻ പറ്റുമോ? നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക. ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലുണ്ട്. അല്ല, മാല കെട്ടി കഴിഞ്ഞോ? ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? പിന്നെ ഭയങ്കര ടെൻഷനാടാ. ദേ ഒരു ടെൻഷനും വേണ്ട, നാളെ കറക്റ്റ് ആയിട്ട് മാല അവിടെ എത്തിയിരിക്കും. ഞങ്ങൾ ഇവിടെ മാല കെട്ടിക്കൊണ്ടിരിക്കുക. നാളെ നേരം വെളുക്കുമ്പോ 500 മാല നിങ്ങക്ക് കിട്ടിയിരിക്കും. ദേ എൻ്റെ ഒരു ഭാര്യയെ ടീമിനെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ. അവര് വിശ്രമമില്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, ദേ ചേച്ചീനെ കുറിച്ച് പറയുന്നത് കേട്ടല്ലോ. ഭർത്താവ് നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട്. അത് പിന്നെ എന്നെ കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ച് അദ്ദേഹം പറയേണ്ടത് എന്നിങ്ങനെ നമ്മുടെ രേവതിയും പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ അനൂപ് ഫോണിൽ കൂടെ പറയുകയാണത്, കൃത്യസമയത്ത് മാല എത്തിച്ചാൽ നിനക്ക് അദ്ദേഹം കൂടുതൽ പൈസ തരൂ കേട്ടോ. അയ്യോ, കൂടുതൽ പൈസ ഒന്നും വേണ്ട എൻ്റെ പൊന്ന അനൂപേ, കറക്റ്റ് പൈസ മതി. നാളെ രാവിലെ 9 മണിക്ക് 500 മാല ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിരിക്കും. ഉറപ്പുള്ള കാര്യമാ. ഞാനേ നിന്നെ രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിൽ നമ്മുടെ രേവതിയോട് ഭയങ്കര വിശ്വാസമാണ് സച്ചിക്ക്. ഉറപ്പുണ്ട് നമ്മുടെ രേവതി 500 മാല കെട്ടുന്ന. ഏതായാലും വീണ്ടും മാല കെട്ടുന്ന നല്ല എങ്ങനെയാ പറയുന്നത്, ഊർജമായിട്ട് നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സുധി പറഞ്ഞു, ഓ ഞങ്ങൾക്കും ഉറക്കം വരിക. ഓ പിന്നെ കിടന്നിട്ട് കാര്യമില്ല, ഇവരുടെ ശബ്ദം കാരണം ഉറക്കം വരില്ല. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, ഓ നേരം വെളുക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു 500 മാല കെട്ടിത്തീരാനൊക്കെ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല മോനെ. മിക്കവാറും മുഹൂർത്തത്തിന് മുമ്പ് 500 മാല ഒന്നും കൊടുക്കാനേ ഇവരെ കൊണ്ട് പറ്റത്തില്ല. മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മനുഷ്യരുടെ ഉറക്കം കളയാനായിട്ട് ഓരോന്ന് ഇറങ്ങിയേക്കൂലോ. പിന്നെ എന്താ മക്കളെ, നിങ്ങൾ പോയി കിടക്ക്, എന്തിനാ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്? ഓ എനിക്കാണെങ്കിൽ ഇനിയിപ്പോ കിടക്കണമെന്നുകൊണ്ട് രവിയേട്ടൻ പോയി കിടക്കാനും സമ്മതിക്കില്ലാത്തൊരവസ്ഥയാ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, വർഷേ ശ്രീകാന്തേ എന്തിനാ ഉറക്കം ഉളച്ചിരിക്കുന്നത്? നിങ്ങളും പോയി കിടക്ക്. അതെന്താ ആന്റി പറയുന്നത്? ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ കിടന്നു ഉറങ്ങുന്നത്? അത് ശരിയാവോ? ഏതായാലും ഇവർക്കൊപ്പം ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമുണ്ട്. ഇവർക്കൊരു കമ്പനി കൊടുക്കുകയോ ചെയ്യാലോ. നിങ്ങളുടെ വക്ക് തീരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. ഓ ഇത് നേരം വെളുത്താലും തീരില്ല. വർഷം കണ്ടില്ലേ, നാളെ ഇവർക്ക് 500 മാലയൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നത് കേട്ടില്ലേ അച്ഛൻ? നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ സംസാരിക്കുന്നത് കണ്ടില്ലേ? ചന്ദ്ര നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ നിരുത്സാഹപ്പെടുത്തുന്നത്? ഇവര് കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന് ജോലി ചെയ്ത് നീ കണ്ടില്ലേ? ഇവര് സപ്പോർട്ട് ചെയ്യണ്ട, നീ എന്തിനാ നിരുത്സാഹപ്പെടുത്തുന്നത്? വലിയ വലിയ പൂക്കടക്കാർക്ക് പോലും 500 മാല പകല് രാത്രിയും കൊണ്ടൊന്നും കെട്ടിക്കൊടുക്കാൻ പറ്റില്ല. പിന്നെയല്ലേ ഇതേ ഈ രേവതി. എനിക്ക് തോന്നുന്നില്ല ഈ 500 മാലയൊന്നും കെട്ടിക്കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ സുധീം പറഞ്ഞു, എത്ര കണക്ക് കൂട്ടിയാലും ഇത്രയും പേരെയൊക്കെ വെച്ച് നേരം വെളുക്കുന്നതിന് മുമ്പ് 500 മാലയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അയ്യോ, നീ എന്താ കാൽക്കുലേറ്ററോ? മിണ്ടായിട്ടില്ല അവിടെ. അവൻ പറയുന്നത് കേട്ടില്ലേ എന്ന് പറഞ്ഞ് സച്ചി വഴക്ക് പറഞ്ഞു. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, ആന്റി ഈ സമയത്ത് ഇങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ ഇവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 മാല ഇവർക്ക് രാവിലെ ആകുമ്പോൾ കെട്ടിത്തീർക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, വർഷേ
ഞങ്ങളിൽ വിശ്വാസമുണ്ട്. നാളെ രാവിലത്തേക്ക് 500 മാല ഉറപ്പായിട്ടും കെട്ടിത്തീരും. അത് 100% ഉറപ്പാ. കല്യാണ മുഹൂർത്തത്തിന് മുമ്പ് അത് ഓഡിറ്റോറിയത്തിൽ എത്തിക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ രവീന്ദ്ര പറഞ്ഞു, ചന്ദ്രൻ നീ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങ്. അത്രയും സമാധാനം കിട്ടും. അതുമാത്രല്ല, ഇവർക്ക് നേരാവണ്ണം ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാലോ. അപ്പൊ വർഷ പറഞ്ഞു, അല്ല ശ്രീകാന്ത്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കുറെ നേരമായില്ലേ, നമുക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാലോ? കുൽഫി മേടിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി, ഇപ്പം കടയൊന്നും തുറക്കില്ല. അയ്യോ അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ ഈ രാവിലെ പോലെ തന്നെ രാത്രി കടകളൊക്കെ ഉണ്ട്, ഞങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ മേടിക്കാൻ വേണ്ടി അങ്ങ് പോവാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ വാസുതി, നമുക്ക് പോയി കിടക്കാം, എനിക്ക് ഉറക്കം വരിക. അയ്യോ, അവൻ കുൽഫി മേടിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾ ഭക്ഷണത്തെ അവഹേളിക്കാൻ പാടുണ്ടോ, നമുക്കും കഴിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പം ശ്രുതി പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി ഒന്ന് വാ, നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോയി കിടക്കാണ് കേട്ടോ. എവിടെ നിന്ന് നമ്മുടെ ശ്രുതിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ ചാരി കിടന്നിട്ട് കുൽഫി കൊണ്ടുവന്ന് കാണുമോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല എന്തേ ഉറക്കം വരുന്നില്ല ശ്രുതിക്ക്? അത് പിന്നെ എങ്ങനെ ഉറക്കം വരാനാ, കുൽഫി കഴിക്കാൻ തോന്നുവോ? അവരിപ്പോ കുൽഫി മേടിച്ചോണ്ട് വന്ന് കാണുമോ? നമുക്ക് പോയി കുൽഫി കഴിച്ചാലോ? എന്റെ പൊന്നു ശ്രുതി, ഒന്ന് കിടക്കാൻ നോക്ക. ഒരു കുൽഫി 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 രാവിലെ ആണെങ്കിൽ നമുക്ക് മേടിച്ച് കഴിക്കത്തില്ലേ? എന്നാലും ഇപ്പം കഴിക്കാൻ തോന്നിയാലോ? കിടക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. ശ്രുതി അപ്പോഴത്തേക്കും കിടന്നു കേട്ടോ. വീണ്ടും നമ്മുടെ ശ്രുതിക്ക് സമാധാനമില്ല. ശ്രുതി പറഞ്ഞു, എല്ലാവരും അവിടെ ഉണ്ട്, നമ്മൾ മാത്രം കിടന്നുറങ്ങി അച്ഛന് എന്ത് തോന്നും? ശ്രുതി, എന്താ ശ്രുതി, നമുക്ക് പോയാലോ? ശ്രുതി പറഞ്ഞത് ശരിയാ, പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാല് എന്റെ പൊന്നു ശ്രുതി, നമുക്ക് കിടന്നുറങ്ങാൻ പറ്റൂന്നേ, അച്ഛനൊന്നും വിചാരിക്കത്തൊന്നും. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചി കുൽഫി 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 വന്നു, കുൽഫി എന്ന് വിളിച്ചു പറയുക. ശ്രുതിക്ക് ഒരു സമാധാനമല്ല. ശ്രുതി പറഞ്ഞു, ദേ ശ്രുതി കേട്ടില്ലേ, ശ്രീകാന്ത് വർഷയും കൂടെ പോയി കുൽഫിയെ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഉറക്കമൊക്കെ പിന്നെ ഇപ്പൊ പോയാൽ നമുക്ക് 2 കുൽഫി കിട്ടും, നീ പെട്ടെന്ന് വാ. അയ്യോ, ആളുണ്ടേ അമ്മേ, തീർക്കല്ലേ, കുൽഫിക്ക് ആളുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പ്രാളപ്പെട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അയ്യോ പോയില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് പുറകെ നമ്മുടെ ശ്രുതിയും പോയിട്ടോ. ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും കുൽഫിയൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശ്രീകാന്തെ, രാത്രി ഇതൊന്നും കഴിക്കത്തില്ല, ജലദോഷം വരില്ലേ, അതും കൊണ്ട് വേണ്ട, കഴിക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, അല്ല അമ്മയ്ക്കപ്പം കുൽഫി വേണ്ടേ? എന്തായാലും വാങ്ങിക്കൊണ്ടുവന്നതല്ലേ, വേസ്റ്റ് ആക്കണ്ട, ഒരെണ്ണം തന്നേരെ, ഞാൻ കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കഴിക്കും എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് നേരെ ചന്ദ്രയ്ക്ക് ഒരു കുൽഫി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതേ രാത്രി ഇത് കഴിച്ചിട്ട് ജലദോഷം വന്നിട്ട് എന്നെ കുറ്റമൊന്ന് പറയല്ലോ കേട്ടോ, കഴിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് കുൽഫി കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അല്ല നമ്മുടെ വർഷയും ശ്രീകാന്തും അല്ല, ശ്രുതിയും വന്നത്. അപ്പൊ ശ്രുതിയും വന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതിക്ക് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് വേണ്ട, ദേവു നീ കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, 2 എണ്ണം ഞാൻ കഴിക്കാനോ? എനിക്ക് പറ്റത്തൊന്നുമില്ല, അതുകൊണ്ട് നീ കഴിച്ചോ. അയ്യോ എന്താ ചേച്ചി ഇത്, ചേച്ചി കഴിക്ക് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്? 2 കൈ വേണ്ടേ മാല കെട്ടാന്? അപ്പൊ എങ്ങനെ കുൽഫി കഴിക്കും? മാല കെട്ടല് നിർത്തിയിട്ട് കഴിക്കാൻ പറ്റില്ല, നാളെ രാവിലെ 500 മാല കൊടുക്കേണ്ടതല്ലേ. അപ്പോഴത്തേക്കാണ് വേറൊരു ചേച്ചി പറഞ്ഞത്, അതെ സച്ചിയുടെ കൈ ചുമ്മാതിരിക്കുകയല്ലേ, ഒരു കൈയില് നമ്മുടെ സച്ചി കുൽഫി കഴിക്കുക, മറ്റൊരു കൈ ചുമ്മാ ഇരിക്കല്ലേ, ആ കൈ കൊണ്ട് രേവതിക്ക് കുൽഫി കൊടുക്കാമല്ലോ. നീ കൊടുക്കുകയാണെങ്കിൽ കുൽഫി കഴിക്കലും മാലകെട്ടലും ഒരുമിച്ച് നടക്കും. സച്ചിയുടെ ഒരു നാണം കണ്ടില്ലേന്ന് കൂടെ. അപ്പോഴത്തേക്കും ആണെങ്കിൽ സച്ചി പറഞ്ഞു, പിന്നെ എനിക്കൊരു നാണോ ഇല്ല, ഇങ്ങ് തന്നെ ഞാൻ കൊടുക്കാം, എന്നാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് കുൽഫി ഒരു കൈയും കൊണ്ട് കൊടുക്കുന്നു. നമ്മുടെ സച്ചി കുൽഫി ഒരു കൈയും കൊണ്ട് കഴിക്കുന്നു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? ഭർത്താവ് തരുന്നതല്ലേ രേവതി, കഴിച്ചോന്ന് വേറൊരു ചേച്ചിയും കൂടെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിക്ക് കുൽഫി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സുഖിക്കുന്നില്ല കേട്ടോ. ചന്ദ്രയ്ക്ക് മാത്രമല്ല, നമ്മുടെ ശ്രുതിക്കും പിടിക്കുന്നില്ല. അവർക്ക് 2 പേർക്കും കുശുമ്പ് കയറി. അങ്ങനെ നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ ആലോചിച്ച് പറക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭാമി വെച്ച്, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് ആലോചിക്കാൻ പലതും കാണും, ചിന്തിക്കാനും പലതും കാണും എന്ന് പറഞ്ഞ് ദേഷ്യം വന്നങ്ങ് റൂമിലേക്ക് പോയിട്ടോ. ഭാമയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. ഭാമയെ നമ്മുടെ ചന്ദ്രയുടെ പുറകെ അങ്ങ് പോയി. ഏതായാലും കൂട്ടുകാരിയാണല്ലോ, അങ്ങ് പുറകെ പോയി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും വന്ന് കുൽഫി മേടിച്ച് കഴിക്കുന്നത് കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ശ്രുതിയും വന്നില്ലായിരുന്നേ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ
സുധി വന്നിട്ട് പറഞ്ഞു എനിക്ക് 2 കുൽഫി എനിക്കും എന്റെ കെട്ടിയോൾക്കും. അങ്ങനെ മേടിച്ചു കേട്ടോ. മേടിച്ചിട്ട് അവര് കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് സത്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുധിക്ക് ആശ്വാസമായത്. രണ്ടുപേരും കൊതിച്ചും കൊതിയനും തന്നെയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ വീണ്ടും നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും കുൽഫി കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രേവതിക്ക് ഇങ്ങനെ കുൽഫി വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുധി പറഞ്ഞു, അയ്യേ ഈ കുൽഫിക്ക് ടേസ്റ്റ് കുറവാണല്ലോ, അയ്യേ കൊള്ളത്തില്ലല്ലോ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി ഈ കുൽഫിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ആ എങ്കിൽ പിന്നെ അതൊന്ന് കാണിച്ച് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി കഴിച്ചുകൊണ്ടിരുന്ന കുൽഫി ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. എന്തിനാണ്, വേറൊന്നിനും അല്ല കേട്ടോ, നമ്മുടെ സച്ചിയും അതുപോലെ രേവതി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കഴിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ വീണ്ടും നമ്മുടെ ശ്രുതിക്കിച്ചിരി എന്താ പറയാ, അവര് കഴിക്കുന്ന പോലെ കഴിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് കുറച്ച് മേടിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ദേ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേ ഓവർ ആക്കരുത്, ചളവാക്കരുത്, ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ കുൽഫി ശ്രുതി തന്നെ മേടിച്ചിട്ട് കഴിക്കാൻ കേട്ടോ. ഈ സമയത്താണെങ്കിൽ റൂമിൽ ചെന്ന് ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അവന്റെ കളി കണ്ടില്ലേ നീ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു ഉളുപ്പും ഇല്ലാതെ കൊഞ്ചി കുഴയ നോണം കെട്ടവര്. ഇതൊക്കെ കണ്ടിട്ട് എനിക്കുണ്ടല്ലോ ഓ എന്താ പോലെ. കുറച്ചു നേരം മുമ്പ് രണ്ടുപേരും വഴക്കടിച്ച് പിണങ്ങിയിരുന്നു, ഇപ്പൊ രണ്ടുപേരും ഒന്നായി. എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹം. ഈ സ്നേഹം എവിടം വരെ പോകുന്നെന്ന് കാണാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിച്ചാൽ, നീ എന്താടി ആലോചിക്കുന്നു, നീ എന്താ ഒന്നും മിണ്ടാത്തത്, നീ ഈ ലോകത്തൊന്നും അല്ലേ, ഞാൻ പറയുന്ന വല്ലതും നീ കേൾക്കുന്നുണ്ടോ? അത് പിന്നെ സച്ചിയുടെ രേവതിയുടെ സ്നേഹം കണ്ട് നീ സന്തോഷിക്ക് ചന്ദ്രേ, അതല്ല ചെയ്യേണ്ടത്. ഓ ദേ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, സന്തോഷിക്കണം പോലും. എന്ത് സന്തോഷിക്കാൻ, എനിക്കിത് കാണുമ്പോൾ കാലിന്ന് പെരുത്തു വരിക, അപ്പോഴല്ലേ ഞാൻ സന്തോഷിക്കുന്നത്. അത് പിന്നെ നിന്റെ മകനും മരുമകളും സ്നേഹത്തിൽ ഇടപെടുന്ന കാണുമ്പോഴേ ഞാന് എന്റെ ഭർത്താവിനെ സത്യം പറഞ്ഞ് ഓർത്തുപോയി. എന്റെ ഭർത്താവും ഇങ്ങനെയായിരുന്നു, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് തരാതെ കഴിക്കില്ലായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു എന്നോ അദ്ദേഹത്തിന് എന്നോട്. അതൊക്കെ ഓർക്കുമ്പോഴേക്കും സത്യത്തിൽ സങ്കടം വരുക. കളിയും ചിരിയും സന്തോഷവും ഇണക്കവും പിണക്കവും സച്ചിയെ രേവതിയും പോലെ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവും ഞാനും. അദ്ദേഹം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടില്ലേ, ആർക്കും വേണ്ടാത്തവളായില്ലേ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ നേടിത്തരുമായിരുന്നു. ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു കാലത്ത് അർഹിക്കുന്ന പോലെ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം, അദ്ദേഹം പോയില്ലേ. ആ ആകെ ഉണ്ടായിരുന്ന മകനും അവന്റെ ഭാര്യയും അവന്റെ കാര്യം നോക്കിപ്പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു വീട്ടില്. ഇവിടെ എന്ത് രസമാ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചിരിച്ച് കളിച്ച്. ഓ ഇപ്പൊ നീ നിന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ വേണ്ടി വന്നതാണോ ഭാമേ? അത് പിന്നെ ചന്ദ്രൻ എങ്ങനെ പറയാതിരിക്കും. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ വേദന നിനക്കറിയില്ല, കാരണം നീ ഒറ്റപ്പെട്ടിട്ടില്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. അത് പറഞ്ഞ് നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഒറ്റപ്പെട്ടവരുടെ വില അറിയത്തുള്ളൂ. നിന്റെ കൂടെ ഭർത്താവും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. നിനക്ക് സന്തോഷിക്കാൻ എല്ലാം ഉണ്ട്. നീ എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ചാൽ നിന്റെ ഈ കുടുംബം ഉണ്ടല്ലോ ഒരു സ്വർഗം ഒരു സ്വർഗം. അറിയാമോ, ആരും കൊതിക്കുന്ന സ്വർഗം നീ കണ്ടില്ലേ. ഇപ്പൊ തന്നെ രേവതിയെ സഹായിക്കാൻ എത്ര പേരെ ഉറക്കം ഉളച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാ? രേവതിയോട് ഉള്ള ഒരു സ്നേഹം, അവളുടെ നല്ല സ്വഭാവ ഗുണം കൊണ്ടാ എല്ലാവരും അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. നിനക്ക് വേണമെങ്കിലേ ഞാൻ ഒരു കുൽഫി കൂടി മേടിച്ചു തരാം, നീ ഒന്ന് വായടച്ചിരിക്കാമോ? രേവതി സച്ചി അവള് നല്ല പെണ്ണാണ്, അത്ര നല്ല പെണ്ണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് വെളിയിലേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാല് നമ്മുടെ ഭാമ പറഞ്ഞത് കറക്റ്റാ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല. നമ്മുടെ ഭാമ റൂമിനകത്ത് നിന്നിട്ട് പറയുക, എന്തോരം പറഞ്ഞാലും ഇവള് നന്നാവത്തില്ല, വെറുതെ എന്തിനാ ഞാൻ പറഞ്ഞ എന്റെ വായിലെ വെള്ളം വറ്റിക്കുന്നത് എന്ന് പറഞ്ഞ് ഭാമയും പുറകെ അങ്ങ് ഇറങ്ങി പോയിട്ടോ. വീണ്ടും കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ്. സച്ചി അങ്ങനെ ഉറങ്ങാണ് കേട്ടോ. പിന്നെ ദേവും നമ്മുടെ രേവതിയും മാല കെട്ടുന്നുണ്ട്. ബാക്കി എല്ലാവരും സത്യം പറഞ്ഞ് ഉറങ്ങിപ്പോയി. രേവതിയും ദേവും മാത്രമാണ് പിന്നെ മാല കെട്ടാനുള്ളത്. അങ്ങനെ പതുക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പെട്ടെന്ന് ഉണന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവും രേവതി മാത്രം ഇരുന്ന് മാല കെട്ടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, രേവതി സമയം എത്രയായി? അത് പിന്നെ 3 മണിയായി കാണും സച്ചേട്ടാ. അല്ല, നിങ്ങൾ രണ്ട് മാല കെട്ടി തീർന്നില്ലേ? ഇല്ല സച്ചേട്ടാ, കുറച്ചെണ്ണം കൂടി കെട്ടാനുണ്ട്. ഏതായാലും എണ്ണ ഇതുവരെ തികഞ്ഞിട്ടില്ല ആണോ എന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് നമ്മുടെ സച്ചി പോവുകയാണ് കേട്ടോ. കിച്ചണിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ചെന്ന് ഒരു പാക്കറ്റ് പാലൊക്കെ എടുത്ത് പൊട്ടിച്ചൊരു ചായയൊക്കെ ഇട്ട് രേവതിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ രേവതി ആ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചു കഴിഞ്ഞപ്പോ രേവതിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിട്ടോ. അപ്പൊ രേവതി പറഞ്ഞു, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടേ. ആണോ, സത്യമാണോ?
സത്യമായിട്ട് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ഈ ചായയൊന്നും ഇട്ട് എനിക്ക് ശീലമില്ല, പിന്നെ ഞാനല്ലേ ഇട്ടത്, പിന്നെ നല്ലതാകാതിരിക്കോ, ടേസ്റ്റ് വരുമല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ രേവതി ഇങ്ങനെ നിന്ന് ചിരിക്കാണ് കേട്ടോ. ഇതിൽ രേവതിക്ക് ഒരു സന്തോഷം, ഉറക്കൊളച്ചിരിക്കുമ്പോൾ ഭർത്താവ് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ആർക്കാണ് സന്തോഷം ഇല്ലാത്തത്, നമുക്കാണെങ്കിൽ സന്തോഷം തോന്നൂല്ലോ. ഏതായാലും പൂകെട്ടൽ കഥ ഇങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് നമ്മൾ പൂകെട്ടൽ കഥ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഏതായാലും പൂകെട്ടലാണെങ്കിലും കാണാൻ ഒരു രസമുണ്ടല്ലേ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതിയോട്, അയ്യോ മധുരമില്ലല്ലേ, അയ്യോ എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത്, ഞാന് പഞ്ചാര ഇടാൻ മറന്നുപോയിന്ന്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നും വേണ്ട, അല്ല കുഴപ്പമൊന്നുമില്ല, ചായയില് പഞ്ചസാര ഇല്ലെങ്കിൽ എന്താ, സച്ചേട്ടന്റെ ഈ സ്നേഹം ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഒരു നാണമൊക്കെ വന്നു കേട്ടോ. രേവതി സത്യം പറഞ്ഞ ചെറിയൊരു പഞ്ചാര അടിച്ചതാ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ അതിൽ പഞ്ചസാര ഇട്ടോണ്ട് വരാം. ഏയ് കുഴപ്പമൊന്നുമില്ല, ഞാനേ ഇത് കുടിച്ചോളാന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവും കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം രേവതി പറഞ്ഞു, സച്ചേട്ടൻ പോയി കിടന്നുറങ്ങിക്കോ. ഹേയ് കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോളാം, നീയെ ആ ചായ കുടിച്ചിട്ട് മാല കെട്ടാൻ നോക്കിക്കോ, കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ചായ കുടിച്ച് തീരുന്നവരെ സച്ചി ഇങ്ങനെ രേവതിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും അവർക്ക് കുറച്ച് റൊമാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയ സമയം തന്നെയായിരുന്നു അത്. അങ്ങനെ നേരം പരപരാ വെളുത്ത് കഴിഞ്ഞു. ലോറി വന്നു, ലോറിയിൽ പൂവൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചോണ്ടിരിക്കുക, എങ്ങനെയൊക്കെയോ 500 മാല കെട്ടിട്ടോ. അപ്പോഴത്തേക്കാണ് ആ ലോറി ഡ്രൈവർ ആണെങ്കിൽ ആരോ വിളിച്ചിങ്ങനെ സംസാരിക്കുക, മോള് കിടന്ന് ഉറങ്ങിയോ, മോള് എണീറ്റോ, മോള് ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചു പറഞ്ഞു, ഓഹോ ഇത് വലിയ കൂത്തായി പോയല്ലോ, ഇതെന്താ ഇയാള് ഡ്രൈവർ അല്ലേ, ഇയാൾ എന്തിനാ ഇതുപോലെ കിടന്ന് സംസാരിക്കുന്നത്. അപ്പൊ രേവതി പറഞ്ഞു, അത് പിന്നെ അയാൾക്ക് ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നത്. ആ എന്നാലേ ചെറിയൊരു പ്രശ്നമുണ്ട്, അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആണോ, അയ്യോ എങ്കിൽ പിന്നെ കാമുകിയോടായിരിക്കും. കാമുകിയോടാണെങ്കിലും ഇതുപോലെ പഞ്ചാര അടിക്കാൻ പാടുണ്ടോ. ഈയേ അതിനിപ്പോ ഞാൻ കാമുകിയോട് ഇതുപോലെ പഞ്ചാര അടിച്ചെന്ന് പറഞ്ഞ്, കാമുകിയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ചിലവരിങ്ങനെ സ്നേഹമുള്ളവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓ എന്ന് വെച്ചാൽ ഞാൻ പ്രകടിപ്പിക്കുന്നില്ലെന്നർത്ഥം. എടി, നിനക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവസരം എല്ലാം ഞാൻ ഉണ്ടാക്കി തരുന്നില്ലേ, പിന്നെ ഇതുപോലെ ഫോണിൽ കൂടെ പഞ്ചാരയൊന്നും അടിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ വേണ്ടേ, അതും കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല, വേണ്ട വേണ്ട എന്നിങ്ങനെ രേവതി പറയുകയും ചെയ്തു. ഈ സമയത്താണ് നമ്മുടെ ആന്റണി വിട്ട ആ ഗുണ്ടകൾ രണ്ടുപേരും കൂടി അവിടെ വന്ന് നോക്കി നിൽക്കുന്നത്. ഈ ഒരു പൂ തട്ടിക്കൊണ്ട് പോകുക എന്നതാണ് കേട്ടോ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആന്റണി പറഞ്ഞിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്ന പൂ മുഴുവനും തട്ടിക്കൊണ്ട് പോകണം, നമ്മുടെ സച്ചിനെ അവിടെ ഇല്ലാതാക്കണം, രേവതിനെയും സച്ചിനെയും ആ രാഷ്ട്രീയക്കാരൻ അപമാനിക്കണം. അതുപോലെ തന്നെ ആ രാഷ്ട്രീയക്കാരൻ കുറച്ച് പിടിവിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ പൂ അവിടെ എത്താതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രേവതിയോടും സച്ചിയോടും ദേഷ്യം വരും. നമ്മുടെ രേവതിയും സച്ചിയും മനഃപൂർവ്വം പൂ എത്തിക്കാത്തതാണെന്ന് കരുതും. അപ്പൊ അങ്ങനെ ആ രാഷ്ട്രീയക്കാരൻ നമ്മുടെ രേവതിനെയും സച്ചിനെയും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. രാഷ്ട്രീയക്കാരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും ആ രണ്ട് വില്ലന്മാർ അവിടെ മാറി നിന്ന് ഈ പൂവൊക്കെ കണ്ടെയ്നറിൽ കയറ്റുന്നത് നിന്ന് നോക്കുകയാണ്. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നയനിയുടെയും ആദർശിന്റെയും കഥയാണ്, അതുമായിട്ട് ഒട്ടനെ വരാട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഗൗതമിന്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട്, ഫുൾ വിശേഷം ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.